എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 8 ശ്ലോകം 22 മുതൽ 32 വരെ 11 ശ്ലോകങ്ങൾ. പിങ്കള എന്ന വേശ്യാസ്ത്രീയിൽ നിന്ന് വൈരാഗ്യം പഠിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ പിങ്കളയുടെ കഥ വിസ്തരിക്കുകയാണ്. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 22. പിങ്കളാ നാമ വേശ്യാസീത് വിദേഹനഗരേ പുരാ തസ്യാമേ ശിക്ഷിതം കിഞ്ചിത് നിബോധ നൃപനന്ദന. ഹേ രാജപുത്ര, മിഥിലാപുരത്തില് പിങ്കള എന്നു പേരായ ഒരു വേശ്യാസ്ത്രീ ഉണ്ടായിരുന്നു. അവളിൽ നിന്ന് ഞാൻ ശ്രേഷ്ഠമായ ഒരു കാര്യം പഠിച്ചു. പറയാം, കേട്ടോളൂ. സാ സ്വൈരിണ്യേകദാകാന്തം സങ്കേതൗപനേഷ്യതി അഭൂത്കാലേ ബഹിർദ്വാരി ബിഭ്രതീരൂപമുത്തമം. ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന അവള് ഒരു ദിവസം കണ്ടാൽ സുന്ദരനും രമിപ്പിക്കാൻ സമർത്ഥനും ധനം കൊടുക്കാൻ ശക്തനുമായ ഒരു പുരുഷനെ അങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ടൊക്കെ അലങ്കാരങ്ങളൊക്കെ ചെയ്തു, ഇഷ്ടംപോലെ ആഭരണങ്ങളൊക്കെ ധരിച്ച് മോഹിപ്പിക്കണം ആ സുന്ദരനെ. അതിനു വേണ്ടിയിട്ട് ഉള്ള ഒരു വേഷം എടുത്തുകൊണ്ട് അതിനുചിതമായ രാത്രി സമയത്തില് വാതിക്കൽ ചെന്നങ്ങനെ നിന്നു. മാർഗാഗച്ഛതോ വീക്ഷ്യ പുരുഷാൻ പുരുഷർഷഭ താൻ ശുൽക്കദാൻ വിത്തവത കാന്താൻ മേനേർത്ഥകാമുക. ഹേ പുരുഷശ്രേഷ്ഠ, ആ വേശ്യ ആ ധനത്തിനോടുള്ള അത്യാഗ്രഹം കൊണ്ട് മനസ്സിളകൈവളായിട്ട് വഴി കൂടി പോകുന്ന പുരുഷന്മാരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ എല്ലാവരെ കുറിച്ചും ഇങ്ങനെ വിചാരിച്ചു, ഇവൻ സുന്ദരൻ, എന്നോട് രമിക്കാൻ പണം തരും. അങ്ങനെ ഓരോരുത്തരെ പറ്റിയിട്ട് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് അവരൊന്നും ഇവളുടെ അടുത്തേക്ക് വരാതെ അവന്റെ വഴിക്ക് അങ്ങോട്ട് പോവുകയും ചെയ്തു. ആഗതേഷു അപയാദേഷു സാ സങ്കേതോപജീവനി അപ്യന്യോ വിത്തവാൻ കോപി മാമുപേക്ഷ്യതി ഭൂരിത. ഏകാന്തത്തിൽ പരപുരുഷന്മാരോട് ചേർന്ന് അവരിൽ നിന്ന് കിട്ടുന്ന ധനത്താൽ ഉപജീവിക്കുന്ന അവള് വന്നവരെല്ലാം മേൽപ്പറഞ്ഞ വിധം പോയിക്കൊണ്ടിരിക്കുമ്പോ ഇനിയും ആരെങ്കിലും വരും. അന്ന് അവളുടെ അടുത്ത് ആരും വന്നില്ല. ആരെങ്കിലും വരും, ഒരു പണക്കാരൻ വരും എന്നിങ്ങനെ ആഗ്രഹിച്ച് ആലോചിച്ചിങ്ങനെ ഇരുന്നു. ഏവം ദുരാശയാ ധ്വസ്തനിദ്രാ ദ്വാരവലംബതി നിർഗച്ഛന്തി പ്രവിശതി നിശീഥം സമപത്യത. ഇങ്ങനെ ദുരാശയ്ക്ക് കീഴടങ്ങി ഉറക്കം വരാണ്ട് പുരുഷന്മാരെ കാത്തിങ്ങനെ നിൽക്കും. കുറെ കഴിയുമ്പോ ഉള്ളിലേക്ക് പോകും, ഉടനെ പുറത്തേക്ക് വരും, ആളെ കാണാതെ വ്യസനിക്കും. ഇങ്ങനെ അർദ്ധരാത്രി കഴിഞ്ഞു. തസ്യാവിത്താശയാ ശുഷ്യത് വക്ത്രായാ ദീനചേതസ നിർവേദ പരമോ ജജ്ഞേ ചിന്താഹേതു സുഖാവഹ. അവളുടെ ആ അർത്ഥത്തിനോടുള്ള ആശ കൊണ്ട് മുഖം വാടി, തൊണ്ടയില് വെള്ളമില്ലാതെയായി, മനസ്സാകെ ദുഃഖത്തില് മുങ്ങി. ഒരു പണക്കാരനും ഒരു സുന്ദരനും ഒന്നും വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോ അവൾക്ക് വൈരാഗ്യം ഉണ്ടായി. അത് പരമവൈരാഗ്യം തന്നെയായിരുന്നു. അതിൽ നിന്ന് സുഖഹേതുവായ ആലോചനകൾ ഇങ്ങനെ ഉത്ഭവിച്ചു തുടങ്ങി. ദീനാനുകമ്പിയായ ഭഗവാൻ ഏതെല്ലാമോ വിധത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. പറയാ, അഹോ പിങ്കളയുടെ ഭാഗ്യം. അതാണ് ആ സമയത്ത് എപ്പോഴാണ് ഭഗവാന്റെ അനുഗ്രഹം വരികയെന്ന് അറിയില്ല. പെട്ടെന്ന് പിങ്കളയുടെ മനസ്സങ്ങോട്ട് മാറുകയാണ് ആ വേശ്യാസ്ത്രീയുടെ. തസ്യാ നിർവിണ്ണ ചിത്തായ ഗീതം ശൃണുയഥാ മമ നിർവേദാശാപാശാനാം പുരുഷസ്യ യഥാ ഹ്യസി. വൈരാഗ്യത്താൽ മനഃശുദ്ധി വന്ന അവള് ഒരു പാട്ട് പാടി. ആ പാട്ടിന്റെ സാരം ഞാൻ പറയാം, എന്നിട്ട് പറയാം, കേട്ടോളൂ.
ആശാപാശങ്ങൾ മുറിച്ചു കളയാൻ വൈരാഗ്യം വാളിനു തുല്യമാകുന്നു എന്നതിൽ സംശയിക്കണ്ട. പുറമേയുള്ള ശത്രുക്കളെ വാൾ കൊണ്ട് ജയിക്കണം, ഉള്ളിലെ ശത്രുവായ ആശയെ വൈരാഗ്യം കൊണ്ട് തന്നെ ജയിക്കണം. അതിന് ഉപകരിക്കുന്ന ഇവരുടെ പാട്ട് ശ്രദ്ധിച്ചു കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ആ പാട്ടിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ്. നഹ്യംഗാജാത നിർവേദോ ദേഹബന്ധം ജിഹാസതി യഥാ വിജ്ഞാനരഹിതോ മനുജോ മമതാം നൃപ. ആ മുനി പറയാണ്, ഹേ പൂജ്യനായ രാജാവേ, വൈരാഗ്യം ഉണ്ടാകാതിരുന്നാൽ ദേഹബന്ധം ഹേതുവായ ആശാപാശത്തെ ഉപേക്ഷിക്കാനുള്ള ആഗ്രഹം പുരുഷനുണ്ടാവില്ല. വിശേഷജ്ഞാനം ഇല്ലാത്ത മനുഷ്യൻ എന്റെ നിന്റെ എന്ന ദേഹബുദ്ധിയൊന്നും കളയില്ല. വൈരാഗ്യ നിമിത്തം വിജ്ഞാനം ഉണ്ടാകും. അപ്പോ മമത നശിക്കും. അതിനാൽ ഇവരുടെ ഈ ഗാനസാരം കേൾക്കേണ്ടത് തന്നെയാണ് പറഞ്ഞിട്ട് ആ പിങ്കളയുടെ ഗാനം പറഞ്ഞു കൊടുക്കുന്നു. പിങ്കളോ വാച അഹോ മേ മോഹവിദതിം പശ്യതാ വിജിതാത്മന യാ കാന്താദസത കാമം കാമയേ ഏന ബാലിശ. പിങ്കളെ പറയണു, അഹോ എന്റെ മോഹത്തിന്റെ വലിപ്പം നോക്ക്. മനസ്സിനെ ഞാൻ ഒതുക്കാതിരുന്നത് തന്നെ ഈ മോഹത്തിന് കാരണം. നിസ്സാരനായ ഒരുവനിൽ നിന്ന് ആഗ്രഹപൂർത്തി കാക്ഷിച്ചത് കൊണ്ട് ഞാൻ അറിവില്ലാത്തവള് തന്നെയാണ്. നിശ്ചയം ഇഷ്ടം എന്റെ ഒരു കാര്യം. സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ അകാമദം ദുഃഖഭയാതിശോകമോഹപ്രദം തുച്ഛമഹം ഭജേജ്ഞ. ഒരിക്കലും പിരിയാതെ അന്തര്യാമി രൂപേണ ഒന്നിച്ചിരുന്ന് എപ്പോഴും രമിപ്പിക്കുന്നവനും പരമാനന്ദ സ്വരൂപനാകയാൽ എന്നെ ആനന്ദത്തിൽ മുക്കുന്നവനും ലക്ഷ്മീപതിയാകയാൽ സകല ഐശ്വര്യത്തെയും നൽകുന്നവനും ഹൃദയസ്ഥിതനുമായ ആ ഭഗവാനോടുകൂടി രമിക്കാതെ വിട്ടുപോകുന്നവനും ആഗ്രഹിച്ചതിനെ നൽകാൻ ധനമില്ലാത്തവനും ശോകത്തെയും മോഹത്തെയും നൽകുന്നവനുമായ തുച്ഛനായിട്ടുള്ള ഒരുവനെ ആഗ്രഹിക്കുന്ന ഞാൻ അറിവില്ലാത്തവള് തന്നെയല്ലേ എന്ന് അവനവനെ തന്നെ അങ്ങോട്ട് പെട്ടെന്നൊരു ജ്ഞാനം, ഒരു വിവേകം അങ്ങോട്ട് ഉദിക്കുകയാണ് പിങ്കളയ്ക്ക്. അഹോ മയാത്മാ പരിതാപിതോ വൃഥാ സാങ്കേത്യവൃത്യാദി വിഗർഹ്യവാർത്തയാ ത്രൈണാൽ നരായാർത്ഥദൃശോനുശോച്യാൽ ക്രീതേന വിത്തം രതിം ആത്മനേച്ഛതി. സ്ത്രീ സുഖത്തെ ആഗ്രഹിച്ച് ദുഃഖിക്കുന്ന പുരുഷൻ ഒരിക്കലും യോഗ്യനല്ല. അവനോടുള്ള ചേർച്ച ഏറ്റവും നിന്ദ്യം. അർത്ഥാശയോടുകൂടി നടക്കുന്നവനെ ആശ്രയിച്ചാൽ അവൻ പണം തരുമോ? ഒരിക്കലുമില്ല. രോഗാദി ബാധകളാൽ എപ്പോഴും ദുഃഖിക്കുന്നവനോട് ചേരുന്നത് കൊണ്ട് ദുഃഖമല്ലാതെ സുഖം ഉണ്ടാവോ? ഇങ്ങനെയുള്ള പുരുഷനിൽ നിന്നാണ് ഞാൻ ആഗ്രഹപൂർത്തിയും സുഖവും കാക്ഷിച്ചത്. ശരീരരക്ഷയ്ക്ക് വേണ്ടുന്ന പണം സമ്പാദിക്കാൻ പല വഴികളുമുണ്ട്. പരപുരുഷ സ്വീകാരത്തായി കിട്ടുന്ന പണം കൊണ്ട് ഉപജീവിക്കുന്നത് പോലെ നിന്ദ്യമായിട്ട് ലോകത്തിൽ മറ്റൊരു വ്യാപാരം ഇല്ല. എല്ലാവരും വെറുക്കുന്ന ഈ മാർഗത്തെയാണല്ലോ ഞാൻ എടുത്തത്. ഒരുവന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഈ ദേഹത്തെ അവന് വിൽക്കുക, പിന്നെ അവനിൽ നിന്ന് രതിസുഖം കാക്ഷിക്കുക. ഇത് എത്ര കഷ്ടമാണ്! ഇത് സാധിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചല്ലേ ഞാൻ ക്ലേശിച്ചത്. അറിവില്ലാത്ത ഞാൻ വ്യർത്ഥമായിട്ട് മനസ്സിനെ ദുഃഖിപ്പിച്ചു. പിങ്കള പെട്ടെന്ന് വന്ന ആ വൈരാഗ്യത്തില് ഇങ്ങനെയൊക്കെ ചിന്തിക്കണം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.